കുറ്റ്യാടിയിലും തൊട്ടിൽപ്പാലത്തും കടകളിൽ വെള്ളം കയറിയെന്നുള്ളതാണ്. അത്തോളി ഉള്ളിയേരിയിൽ വൈകിട്ട് തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 4 കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. ദീപക്, വിവരങ്ങൾ എന്താണ് ദീപക്? കോഴിക്കോട് വൈകിട്ട് തുടങ്ങിയ മഴ ഇടതടവില്ലാതെ പല മേഖലകളിൽ കനത്തുകൊണ്ടിരിക്കുന്നു, പെരുമഴയായി മാറുന്നു. ഈ സാഹചര്യത്തിലാണ് ജില്ലയിൽ 4 കൺട്രോൾ റൂമുകൾ തുറന്നിരിക്കുന്നത്. അതായത് മഴ കൂടുതൽ കനത്ത പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, താമരശ്ശേരി ഈ നിലയിൽ 4 കൺട്രോൾ റൂം തുറന്നിരിക്കുന്നു. ജില്ലാ കലക്ടർ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ് ഈ കൺട്രോൾ റൂമിൽ മുഴുവൻ സമയ സേവനം ലഭ്യമാക്കും എന്നുള്ളത്. മാത്രവുമല്ല, ഒരു ടോൾ ഫ്രീ നമ്പർ കൂടി കോഴിക്കോട്ട് മഴ കനക്കുന്ന സാഹചര്യത്തിൽ 1077 പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. കോഴിക്കോട് പ്രേക്ഷകർ കുറിച്ചെടുക്കുക. 1077 എന്ന ഒരു കൺട്രോൾ റൂം ടോൾ ഫ്രീ നമ്പർ കൂടി ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നു. കോഴിക്കോട് അത്തോളി മേഖലയിൽ വൈകിട്ട് തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു. പലയിടങ്ങളിലും വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു കടകളിലേക്ക്. അതുപോലെ തന്നെ തൊട്ടിൽപ്പാലം കുറ്റ്യാടി ബസ് റൂട്ടിൽ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത വിധത്തിൽ വെള്ളം കയറിയിരിക്കുന്നു, കടകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ തന്നെ മിഥിലാബാലൻ വിവരം നൽകിയതാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണ്. ഓടകളിൽ വെള്ളം നിറഞ്ഞ് മറ്റ് മേഖലകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ്. കോഴിക്കോട് നഗര ഹൃദയത്തിലെ പല പ്രദേശവും, മാവൂർ റോഡ്, അതുപോലെ തന്നെ സ്റ്റേഡിയം കോർണർ, അതുപോലെ മാനാഞ്ചിറ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ശരി, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. ജില്ലയിൽ 4 കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്.